നമസ്കാരം. പ്രധാന വാർത്തകൾ. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന. മുകേഷ്. തനിക്കെതിരെ ആരോപണമുന്നയിച്ച യുവതിയെ ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് നടനും എംഎൽഎയുമായ മുകേഷ്. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും മുകേഷ് പറഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച ടെസ് ജോസഫ് വീണ്ടും രംഗത്തെത്തിയതോടെയാണ് മുകേഷ് പ്രതികരിച്ചത്. ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചെടുത്തു നിന്നാണ് തുടക്കം. ഒന്നും മറക്കരുത്. പോസ്റ്റുമായി മഞ്ജു വാര്യർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ആരോപണങ്ങൾ തുടരുന്നതിനിടെ ഫേസ്ബുക്കിൽ കുറിപ്പുമായി നടി മഞ്ജു വാര്യർ. ഒന്നും മറക്കരുതെന്നാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചെടുത്തു നിന്നാണ് എല്ലാം തുടങ്ങിയതെന്നും മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇതിനെതിരെ WCCയും രംഗത്ത് വന്നിരുന്നു. സത്യം തെളിയിക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംവിധായകൻ രഞ്ജിത്ത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെച്ചതിന് പിന്നാലെ നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ പ്രതികരിച്ച സംവിധായകൻ രഞ്ജിത്ത് സത്യം തെളിയിക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് രഞ്ജിത്ത് ഈ കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്കെതിരായ നീക്കമെന്നും രഞ്ജിത്ത് പറയുന്നു. പരാതി കിട്ടാതെ തന്നെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് നോക്കും വീണ ജോർജ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെയും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെയും രാജിയിൽ പ്രതികരിച്ച മന്ത്രി വീണ ജോർജ് ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. പരാതി കിട്ടാതെ തന്നെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കും. കേസ് നൽകാൻ സഹായം ആവശ്യമെങ്കിൽ അത് ലഭ്യമാക്കും. പേജുകൾ ഒഴിവാക്കിയതിനെക്കുറിച്ച് കോടതിയിൽ സർക്കാർ പറയുമെന്നും മന്ത്രി പ്രതികരിച്ചു. വിമാന കമ്പനികളുടെ കൊള്ള നിയന്ത്രിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾ ശക്തമായി ഇടപെടണമെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അടുത്ത വ്യാഴാഴ്ച മുഖ്യമന്ത്രിയെ കണ്ട വിഷയം ഉന്നയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വലിയ കൊള്ളയാണ് നടക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. വലിയ പണക്കാരൊന്നുമല്ല. വർഷത്തിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കൂടുമ്പോഴാണ് സാധാരണക്കാർ നാട്ടിൽ വരുന്നത്. വിമാന ടിക്കറ്റിന്റെ കാര്യത്തിൽ ചൂഷണമാണ് നടക്കുന്നത്. പാർലമെന്റിലും പുറത്തും സമരം തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. അവധി കഴിഞ്ഞ് ഗൾഫിലെ സ്കൂളുകൾ തുറക്കുന്ന സമയം നോക്കി 10,000-കണക്കിന് പ്രവാസികൾ മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ടിക്കറ്റ് വില 3 മുതൽ 5 ഇരട്ടി വരെ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ ഉണ്ടാകാത്തതാണ് തോന്നിയ പോലുള്ള വിലവർധനയ്ക്ക് പരാതിയെന്ന് പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ ഉണ്ടാകാത്തതാണ് തോന്നിയ പോലുള്ള വിലവർധനയ്ക്ക് കാരണമെന്ന പരാതി പ്രവാസികൾക്കിടയിൽ ശക്തമാണ്.